ഇവിടെ ഒരു പഴയ തറവാടുണ്ട് കേട്ടോ. ഇത് ഒരു 80 കാലഘട്ടത്തിലുള്ളതാണ്. പഴയ വീടുകളൊക്കെ കാണിക്കുന്നതിൻ്റെ പ്രത്യേകത അതാണ് കേട്ടോ. ഒരു 80 കാലഘട്ടം നമ്മൾ എങ്ങനെയായിരുന്നു അതിനൊരു നേർക്കാഴ്ചയാണ് ഇത്തരം വീടുകൾ. അങ്ങനത്തെ ഒരു തറവാടാണ്. അവിടെ പോലീസ് ജീപ്പിൽ ഒരു സാറ് കൈവക്കി കാണിക്കുകയാണ്. കൈവക്കി കാണിച്ചത് അഭിവാദ്യം ചെയ്യുന്നു. അവർക്കൊക്കെ റൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. സൈക്കിൾ റൈഡിങ് പ്രത്യേകിച്ചില്ല. ബൈക്ക് റൈഡിങ്ങിനേക്കാളും കുറച്ചും കൂടി അവർക്കിഷ്ടം സൈക്കിൾ റൈഡിങ് ആണ്. കാരണം ഇത് അഡ്വഞ്ചറസ് ആണ്. ബൈക്കിന് നമ്മൾ എഞ്ചിനും വെച്ച് കൈ കൊടുത്ത് പോകുന്ന പോലെയല്ല. അപ്പോൾ ഇത് കയറ്റണം, ഓർമ്മിക്കണം. നമ്മൾ ചവിട്ടി തന്നെ കയറണം. ഗിയർ മാറ്റിയേക്കാം. അപ്പോൾ ചാലക്കുടി മല കുറച്ചുകൂടി അടുത്തെത്തി. ആ ഭാഗത്ത് കാണാൻ പറ്റും. നന്നായിട്ട് കതച്ചു. കൊള്ളാം. ചാലക്കുടി മലനിരകൾ കണ്ടല്ലോ. ഉണ്ടോ? ആ കാണാനാണ് ചാലക്കുടി. അവിടുത്തെ കാണാം. കാറ് നമ്മൾ ചാലക്കുടി കഴിഞ്ഞിട്ടേ ഉള്ളൂ. 1 മണിയായിട്ടുണ്ടാവും. ഇവിടെ അന്തർപാസം ഉണ്ട്. വണ്ടികൾ ടെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. ഇത്ര ഫാസ്റ്റായിട്ട്. പിന്നെ പൊതുവെ ആൾ കുറവുണ്ട്. അവിടെ കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭാഗത്ത് സ്ഥലമൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. അതൊന്നും ചെയ്തിട്ടില്ല. മാസ്ക് മാറ്റിയേക്കാല്ലേ. എല്ലപ്പോഴേ പൊടിയുള്ളൂ. അതിന് പൊടിയാണ്. ഒരു പ്രത്യേക രീതിയിലാണ് കാലാവസ്ഥ നിൽക്കുന്നത്. വെയിലുമില്ല മഴയില്ലാത്ത അവസ്ഥയിലാണ്. അതിൽ നമുക്ക് ഇനി മുന്നോട്ട് കുറച്ചുകൂടി പോവാം. അപ്പോൾ തിരുവോണത്തിന് തൃക്കാക്കരത്തിൻ്റെ ഒരു ഇതൊക്കെ ചെയ്യുന്നുണ്ട്. വീട്ടിലാണ്. അകത്ത് തപ്പൂക്കളുണ്ട്, പക്ഷെ അത് കാണാൻ പറ്റുന്നില്ല. അകത്തായി പോയി. ലവ് മ്യൂസിയം, ആർട്ട് മ്യൂസിയം ഓഫ് ലവ്. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. ഫോട്ടോഗ്രാഫിയുടെ ഇതാണോന്ന് അറിയില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപിടുത്താണ്. ഈ വീട്ടിലും അത്തപ്പൂക്കളിട്ടുണ്ട്. തിരുവോണത്തിൻ്റെ അവിടെ നിലവിളക്കൊക്കെ വെച്ചിട്ടുണ്ട്.
അപ്പോൾ അത് ക്ലോസ് ചെയ്തെടുക്കണോണ്ട് ഇത്തിരി ഇളക്കണം. വളരെ അപൂർവം വീടുകളിൽ മാത്രമേ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇത്രയും ലോങ് വന്നിട്ട് ഒരു പക്ഷേ ഞാൻ ഉള്ളിലേക്ക് പോകാത്തതുകൊണ്ടായിരിക്കും ഞങ്ങൾ. ഇതാണ് വീട്, അങ്ങോട്ടൊരു ഇടവഴി, അവിടെ എന്തൊരു പുഴയോ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഭാഗത്ത്. അത് നമുക്ക് ഇനി മുന്നോട്ട് പോകണം. എത്ര ദൂരം പോകണമെന്നൊന്നും അറിയില്ല, ചുമ്മാ പോകുന്നു. വെള്ളം കുടിച്ചിട്ടില്ല, വെള്ളം ഒരു കുപ്പിയെ കൊണ്ടുവന്നാൽ പോയി, മറ്റേ കുപ്പി എടുക്കാൻ മറന്നുപോയി. പമ്പിൽ നിന്ന് വെള്ളം കുടിക്കാം. ഇവിടെ ഒരു വീട്ടിൽ സിമ്പിളായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് അത്തപ്പൂക്കളിട്ടുണ്ട്. തൃക്കാക്കര അപ്പൻ്റെ ഒരു രൂപവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് പഴയ ഏകദേശം ഒരു 40-45 വർഷം മുമ്പത്തെ ഓണം ഓർമ്മയുണ്ട്. ഞങ്ങളുടെ ഫാക്ടറിൻ്റെ ക്വാർട്ടേഴ്സിൽ ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ ഇഷ്ടംപോലെ നെട്ടും പോയിട്ടും കിടക്കാം. ഓക്കെ, ഏതൊക്കെ വേണ്ടിയിട്ടുണ്ട്. അധികം ദൂരമൊന്നും കണ്ടിട്ടില്ല. നിർത്തി എടുക്കണോണ്ടേ പല ഭാഗത്തും അത്തപ്പൂക്കളൊക്കെ ഇടുന്നതുകൊണ്ട് ഇട്ട് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നമ്മളതൊക്കെ ഷൂട്ട് ചെയ്യാമെന്ന് നിർത്തി എടുക്കുന്നതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ടാണ് പോകുന്നത്. ഏതായാലും ഹൈവേ ഇത്രയും തിരക്ക് കുറഞ്ഞൊരു ദിവസം നമുക്ക് അപൂർവങ്ങളാണ്. സ്വാഭാവികമായിട്ടും അതൊരു ആവശ്യമാണ്. വീണ്ടും പറഞ്ഞ ഹൈവേ ഇങ്ങനെ തിരക്കൊന്നുമില്ല. റൈറ്റ് സൈഡിലൊരു 80 കാലഘട്ടത്തിലൊരു വീടുണ്ട് റൈറ്റ് സൈഡിൽ. എന്താണെന്ന് തോന്നണ്ട, ഇതൊരു തുണിക്കട പോലെ. ചില വീടുകളൊക്കെ നല്ല സാധനത്തിനൊക്കെ നമ്മൾ ചില വീടുകളിലൊക്കെ നല്ല ചെടികളോ ഒക്കെ വെച്ച് നല്ല സമ്പന്നമാക്കി വെച്ചത്. ഈ ഒരു ഏരിയ അങ്ങനെ തന്നെയാണ്. ഈ സൈഡ് കണ്ട റൈറ്റ് സൈഡിൽ ചെടികൾ, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യൽ ഇത്തിരി കുറവാണോ ഉണ്ട്, ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ മുഴുവൻ ഒരുതരം മുളയുടെ പേരെന്തുണ്ട്, വളരെ അപൂർവ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് ആരോ നനയ്ക്കുന്നുണ്ട്, അതുകൊണ്ട് നല്ല മെയിൻറ്റെയിൻ നല്ല വൃത്തിയാൽ നല്ല ഫ്രഷായിട്ട് ഇപ്പം മഴ കൊണ്ടൊക്കെ ആണോന്നറിയില്ല. മഴ കഴിയുമ്പോൾ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. മറ്റേതോറ് 80-90 കാലഘട്ടത്തിലുള്ള വീടുകളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു അത് ശരിക്കും ഇതൊരു ഫാക്ടറി ആയിരുന്നു, ഓട് ഫാക്ടറി ആയിരുന്നു എന്നറിയില്ല. സമ്മതിക്കില്ല. ഞാൻ പൊക്കോളാം നിൽക്കാൻ പോലും സമ്മതിക്കുന്നില്ല. ഞങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ അവിടെ ഒരു ട്രെയിൻ പോകുന്നുണ്ട്, ഇവിടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്.
അപ്പോൾ റെയിൽവേയുടെ ഒരു ബ്രിഡ്ജാണ് കേട്ടോ. ഏതൊരു റോഡാണ്. അപ്പോൾ അതിൽ ഇപ്പുറത്തൊരു ഹൈലൈറ്റ് കൂടെ ഉണ്ട്. ഇവിടെ ഒരു ഓട് ഫാക്ടറി കൊള്ളാമല്ലേ. ഓടാണോ ഇഷ്ടിയാണോ എന്നറിയില്ല, രണ്ടും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ കാട് കയറി, അപ്പോൾ സ്വാഭാവികമായിട്ട് അത് പ്രവർത്തനമില്ല. നല്ല ഭംഗിയായിട്ട് നിർമ്മിച്ചൊരു ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റ് പോലെയൊക്കെ ആക്കാം അല്ലേ. അല്ലാതെ ഇതിങ്ങനെ ഫാക്ടറി തന്നെ ആക്കണമെന്നില്ല. ഈ ഒരു നിർമ്മിതി വെച്ചിട്ട് ഇത് റെസ്റ്റോറൻറ്റ് പോലെ ആക്കാവുന്നുള്ളൂ. ഇതിൻ്റെ ചിമ്മിനിയുടെ ഏറ്റവും മുകളിൽ ഒരു സംഗതി ഇരിപ്പുണ്ട്. ഉണ്ടോ? ഒരു സിംഹത്തിൻ്റെ രൂപം ചിമ്മിനിയുടെ ഏറ്റവും മുകളിലാണ് കേട്ടോ, ടോപ്പിൽ. ഇതൊക്കെ ഒരു റെസ്റ്റോറൻറ്റ് പോലെ ആക്കാവുന്നുള്ളൂ. കാശുള്ളവർക്ക് എടുത്തിട്ട് റെസ്റ്റോറൻ്റ് ആക്കാം. നല്ല ഭംഗിയായിട്ട് നിർമ്മിച്ചൊരു ഒരു കെട്ടിടമുണ്ട്. ഇത് ഇഷ്ടികകള വരുന്നത്. ഇഷ്ടികയാണോ ഓടാണോ എന്നറിയില്ല, എന്തായാലും കൊള്ളാം. അതിന് തൊട്ടടുത്തൊരു കൈത്തോട് ഒഴുകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടെ നല്ലൊരു സ്പോട്ടാണത്. പക്ഷെ ഇങ്ങോട്ട് ഇറങ്ങാനുള്ള വഴി ഉണ്ടോയെന്ന് അറിയില്ല. അതാണ് അവിടെ ആ ഭാഗത്തുനിന്ന് അവിടെ നിന്നെങ്കിലും ഒരു വഴി ഒപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ആംബിയൻസുള്ള റെസ്റ്റോറൻ്റ് ആക്കി മാറ്റാതെ നല്ല രസമായിട്ടുള്ള ഒരു നിർമ്മിതി. ഫുൾ ഇഷ്ടിയാണ്, ഭംഗിയായിട്ടാണ് നിർമ്മിച്ചത്. അതിൽ കാട് കയറിയത്. അപ്പോൾ അത് പ്രവർത്തനമില്ല. ഇപ്പോൾ ഓൾറെഡി പ്രവർത്തനമില്ല. പ്രവർത്തനം നിലച്ച മട്ടാണ്. എന്തായാലും ഈ തോട് സൈഡിലൊക്കെ നല്ല ഇഞ്ചി. അവിടെ ഒരു പാലം, ഇവിടെ ഒരു വഞ്ചിയും കിടപ്പുണ്ട്. ഒരു കൊതുമ്പ് വെള്ളം എന്നൊക്കെ പറയില്ലേ, അതൊരു വഞ്ചിയും കിടപ്പുണ്ട്. നമ്മൾ തൊട്ട പോയാൽ പോയി. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോകണ്ട നമുക്ക് കേട്ടോ. ഈ ഭാഗത്ത് നിന്ന് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ സ്ഥലമുണ്ട്. അവർക്കത് റെസ്റ്റോറൻ്റ് ആക്കിയാൽ മതി. എന്തെങ്കിലും വ്യത്യസ്തത കൊണ്ടുവരണം. ഇപ്പോൾ ആളുകൾക്ക് ഫുഡാണല്ലോ പ്രധാനം. രണ്ടിൻ്റെ മുകളിൽ ഒരു സിംഹക്കുട്ടന്മാർ ഇരിപ്പുണ്ട്. രണ്ട് ചിമ്മിനിയുടെ മുകളിൽ ആരോ കലാകാരന്മാരുണ്ടാക്കിയതാണ് കേട്ടത്. പണ്ടത്തെ നിർമ്മിതി ആയിരിക്കാം ഈ ചിമ്മിനി. അപ്പോൾ അതൊക്കെയാണ് അവസ്ഥകൾ. കാട് മൂടിപ്പോയി. അങ്ങോട്ടൊക്കെ ചെറിയ വേറെന്തോ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആക്കിയെടുത്തു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ആംബിയൻസുള്ള റെസ്റ്റോറൻറ്റോ ഹോട്ടലോ എന്തെങ്കിലുമൊക്കെ വാടകയ്ക്ക് കൊടുത്തോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കേസിൽ പെട്ട് പോയതാണോ എന്നറിയില്ല. എന്തായാലും കൊള്ളാം. ഓട് ഫാക്ടറിയാണേ, ഞാൻ കണ്ടപ്പോൾ എടുത്താണ്. ഈ ഭാഗങ്ങളിലൊക്കെ ഇഷ്ടംപോലെ അങ്ങനത്തെ ഓട് ഫാക്ടറികൾ പണ്ട് പ്രവർത്തനം ഉണ്ടായിരുന്നു. ഞങ്ങൾ തൃശ്ശൂർ നേരത്തെ പറയാൻ വന്നത് തന്നെയാണ്. തൃശ്ശൂരിൻ്റെ ഒരു KSRTC ഉണ്ട്. തൃശ്ശൂർ ഞങ്ങൾ ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ പോകുമ്പോഴേ കണ്ടിട്ടുണ്ട്. അന്ന് ഒരുപാട് ജോലിക്കാരൊക്കെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ മാരുതി വാനിലായിരുന്നു അന്ന്. കുറേ അപൂർവം വണ്ടികളുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒന്നും ആയിരുന്നില്ല. ഹൈവേ സിംഗിൾ ലൈനായിരുന്നു. ഒറ്റ ലൈനേ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ 4 വരിയും 6 വരിയും ഒന്നല്ല, ഒറ്റ ലൈൻ. അത് നിറയെ കുണ്ടും കൂടിയായിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു കാലത്ത് തൃശ്ശൂർ ഉൽപ്പന്നം കൊടുക്കാൻ പോയ സമയത്ത് കണ്ടിട്ടുള്ളതാണ് ഇത്തരം ഓട് ഫാക്ടറികളുടെയൊക്കെ ഒരു പ്രവർത്തനങ്ങൾ. അതൊക്കെ നാമവിശേഷമായി പോയി. ഇതൊക്കെ ഇപ്പോൾ എടുത്ത് വെക്കുന്നതിൻ്റെ കാര്യം ഇതുണ്ട്. ഭാവിയിൽ ഇനി ഒരു വർഷങ്ങൾ കഴിയുന്നതോടെ ഇതൊക്കെ നശിച്ചു പോകും. ഒന്നുമില്ലാതായി പോകും. ഇടിഞ്ഞ് പൊളിഞ്ഞ് എല്ലാം പോകും. ഇപ്പോൾ തന്നെ കുറച്ചായി. മുമ്പ് ഒരുപാടുണ്ടായിരുന്നു ഇവിടെ. ആ റൈറ്റ് സൈഡിലുണ്ടായിരുന്നു. റൈറ്റ് സൈഡിലാണ് പ്രവർത്തനം കണ്ടത്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡുണ്ട്, റൈറ്റ് സൈഡിലുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇവിടെ എന്തോ കൃഷിയോ കാര്യങ്ങളോ എന്തൊക്കെ ഉണ്ടായിരുന്നിട്ടാ. നെൽകൃഷിയായിരുന്നു ഓണേ. ഇവിടെ കേരളം തന്നെയുണ്ട്, തമിഴ്നാടൊന്നുമല്ല.
അങ്ങോട്ടൊക്കെ ഒരു വഴിയൊക്കെ ഉണ്ട്, കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നല്ല രസമുള്ള ഒരു ഏരിയയാണ്. ഒരു ദിവസം ആ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കാൻ പറ്റും. അവിടെ കൂടി ഒരു വഴിയൊക്കെ കാണുന്നുണ്ട്. ഹൈവേ തകർത്ത് പോയിക്കൊണ്ടിരിക്കണം. ഇവിടെ എന്തുമാത്രം സ്ഥലമുള്ള വേസ്റ്റാക്കിയിട്ടാണ്, തരിശാക്കിയിട്ടാണ്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ തരിശാക്കി അല്ല, ഏക്കറണക്കിന് സ്ഥലമുണ്ട്. ഇതൊക്കെ ആർക്കെങ്കിലും കൊടുത്തൂടെ പാട്ടത്തിന്? ആരെങ്കിലും എന്തെങ്കിലും ഒരു കൃഷിയായിട്ട് നല്ല വെയിലും കാര്യങ്ങളുള്ള സ്ഥലം. ഇവിടെ കൃഷി ഉണ്ടായിരുന്നോന്നറിയില്ല, നെൽകൃഷി വല്ലതും കൊയ്തെടുത്ത് പോയതാണെന്നറിയില്ല. എന്തായാലും തരിശ് പോലെ കിടക്കണം, കാരണം കുറേ നാളായിട്ട് കൊയ്യാത്ത പോലെ കാണുന്നത്. എന്താ ഇഷ്ടം പോലെ സ്ഥലം, ഏക്കറണക്കിന്. അങ്ങനെയൊക്കെ ഉണ്ട്, അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ ഉണ്ട്. ഇവിടെ കാണാൻ പറ്റണുള്ളൂ ഇപ്പോൾ നമുക്ക്. അപ്പോൾ കൊടകര കഴിഞ്ഞു. ഈ സ്ഥലത്തിൻ്റെ പേര് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു, നമുക്ക് വായിക്കൊള്ളാത്ത പേരാ. എന്തായാലും ശുചിത്വ മിഷൻ എന്നൊക്കെ പറഞ്ഞാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് പദ്ധതി. പക്ഷെ ഇവിടെ പുല്ലൊക്കെ വെട്ടിയിട്ടുണ്ടെങ്കിലും ഇവിടെയൊക്കെ വേസ്റ്റ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതാണ് ശുചിത്വ മിഷൻ്റെ പരിപാടി നമ്മുടെ നാട്ടിൽ. ശുചിത്വ മിഷൻ എന്ന് പറഞ്ഞ കാര്യമല്ല, നാട്ടുകാർ തന്നെയാണ് കൊണ്ടു തരുന്നത്. അല്ലാതെ ഫ്ലൈറ്റ് കയറി ആരും ഒന്നും ഇവിടെ വേസ്റ്റ് ഇടുന്നില്ലല്ലോ. ഇതൊക്കെ അടുത്ത തലമുറ അനുഭവിക്കട്ടെ. അല്ല അതിപ്പോൾ എന്താ പറയുക, അവർക്ക് ഈ വേസ്റ്റ് വാരാനായിരിക്കും, അടുത്ത തലമുറയ്ക്ക് ഈ വേസ്റ്റൊക്കെ വാരിയെടുക്കലായിരിക്കും മെയിൻ പണി. ഈ മുൻ തലമുറ ഇട്ട വേസ്റ്റുകളൊക്കെ അടുത്ത തലമുറ വാരുക, കഷ്ടപ്പെട്ട് വാരിയെടുക്കേണ്ടി വരും. അതായിരിക്കും അവരുടെ പണി. അപ്പോൾ ഇനി നമുക്ക് ഇനി മുന്നോട്ട് പോകാം. അതായത് ഇത് ഈ റോഡ് സൈഡിൽ നിറയെ നല്ല എന്താ പറയുക, തിക്കായിട്ട് വെച്ചിട്ടുണ്ട് പുല്ല്. നല്ല രസമുണ്ട് എന്ന് പറഞ്ഞാൽ കൊള്ളാം. റോഡരികിലിങ്ങനെ കായകൾ കൊലച്ചിരിക്കണ കാഴ്ച കണ്ടപ്പോഴേ പെട്ടെന്ന് എടുക്കാൻ കേട്ടോ, കാണാൻ പറ്റുന്ന കാര്യങ്ങൾ. ഹൈവേയുടെ സൈഡാണ്. ഇവിടെ ഒരു തോട് ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഇവിടെ എന്ത് തടയണ പോലെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഷട്ടർ. ഇതൊക്കെ ഒരു ഗ്രാമക്കാഴ്ചയാണ്. ഇത് നെല്ലായി എന്ന് പറയുന്ന സ്ഥലമാണ്. ഒരു ബോർഡുണ്ട്, എവിടെയാണ് ബോർഡൊന്നും പിടിയില്ല. ഈ ഭാഗത്താണ് നെല്ലായി. ഇപ്പോൾ ദേശീയപാത 544 അതിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറയുന്ന സ്ഥലമുണ്ട്, തന്നെയാണ്. സ്ലോ ആണ്, അതാണ് പല ഭാഗത്തും നിർത്തിയാണ് വരുന്നത്. ദേശീയപാതയിൽ ഇത്രയും തിരക്ക് കുറഞ്ഞൊരു സമയത്ത് നമ്മൾ സെൽഫി എടുത്തിലേക്ക് ഓരോ സമയത്ത്
തിരക്ക് കുറവാണ്. ഒരുപാട് ചെറുകിട ഇൻഡസ്ട്രികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. MJ ഫുഡ്സ് എന്നൊക്കെ പറഞ്ഞു, ഫുഡിൻ്റെ ഒക്കെ ആഞ്ഞാലി പല സാധനങ്ങളുണ്ട്. കൊടകരയാണ്. കൊടകര എന്ന് പറയുന്ന സ്ഥലം തന്നെയാണ് കൊടകരയിൽ നെല്ലായി എന്ന് പറയുന്നത്. അവിടെയൊക്കെ തെങ്ങും തോട്ടമൊക്കെ ഉണ്ട്. തെങ്ങും തോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഏകദേശം ആളുകൾക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട്, സ്ഥലമുണ്ട്. ഇപ്പം നമ്മൾ കോതമംഗലമൊക്കെ പോകുമ്പോൾ കാണുന്ന അതേപോലെ തന്നെ ഇവിടെയുണ്ട്. കുഞ്ഞിക്കണം